through video start. Yes, listen. So in the third video of today, what will we discuss? Note in heading theory of spring. Theory of spring. Springs are oscillation. Oscillations. Actually, in details, we have a chapter where the topic is oscillation of chapter plus one. Kerala CBSE with Yasu books. I Yanuda Varachana fixed roof on a spring at the Gitaka. Nobody reef like the type of sample. The spring out. The third mass attached there. I am kilogram mass. The Valitsa Vitter and oscillated. And be a roof spring in a getting. Matter another spring on Matter near a mass to get to. The mass to get to a Valitsu, they can oscillate. Spring the elastic rubber band. Spring in the theory, rubber band theory. And spring in a good all hitting. So, this mass is this spring maximum volume. It will execute up and down oscillations. അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മാസ് ഏറ്റവും താഴെ വരുമ്പോഴും ഏറ്റവും മുകളിൽ വരുമ്പോഴും അതിന്റെ വെലോസിറ്റി 0 ആണ്. ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നൊരു സംഭവം മനസ്സിൽ ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഈ സ്പ്രിങ് ഏറ്റവും വലിയ അവസ്ഥയിൽ ഈ മാസ് ഏറ്റവും താഴെ ഇതുമേന്ന് വിട്ടുപോയിട്ടില്ല, അത് കണക്ട് ചെയ്തേക്കാണ്, കെട്ടിയേക്കാണ്. മാസ് ഏറ്റവും താഴെ വരാച്ച സ്പ്രിങ് ഏറ്റവും കൂടുതൽ വലിയുക, മാസ് ഏറ്റവും മുകളിലേക്ക് വരാച്ച സ്പ്രിങ് ഏറ്റവും കൂടുതൽ ചുരുങ്ങുക. So when the spring got extended maximum, this mass is at the lowermost position. When the spring is compressed maximum, this mass is at the uppermost position. അപ്പോൾ ഈ മാസ് ഇങ്ങനെ താഴേക്കും മുകളിലേക്കും കിടന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പ് ആൻഡ് ഡൗൺ ഓസിലേഷൻ ആണ് ഞാൻ കാണിക്കുന്നത്. ആ അപ്പ് ആൻഡ് ഡൗൺ ഓസിലേഷനിൽ താഴെ എത്തുമ്പോഴും വെലോസിറ്റി 0 ആണ്, മുകളിൽ എത്തുമ്പോഴും വെലോസിറ്റി 0 ആണ്. ആർക്ക്? ആ മാസിന്. കാരണം റെസ്റ്റിൽ വരാണ്ട് പിന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല തിരിച്ച്. ആ ബോഡി താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വെലോസിറ്റി ഉണ്ട്, പക്ഷെ താഴെ വന്ന് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരണല്ലോ, തിരിച്ചു വരണമ്പോൾ അത് റെസ്റ്റിലേക്ക് വരണല്ലോ. അപ്പൊ സ്പ്രിങ് ഏറ്റവും കൂടുതൽ വലിയുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ദി മാസ് 0 ആണ്, സ്പ്രിങ് ഏറ്റവും കൂടുതൽ ചുരുങ്ങുന്ന സമയത്തും വെലോസിറ്റി 0 ആണ്. അതിന്റെ ഇടയ്ക്ക് ഒരു പൊസിഷൻ ഉണ്ട്, അപ്പോഴാണ് വെലോസിറ്റി മാക്സിമം ആകുന്നത്. നടുക്കത്തെ പൊസിഷൻ വെലോസിറ്റി ഈസ് മാക്സിമം. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ എക്സ്റ്റെൻഡഡ് സ്പ്രിംഗ് ഒരു ഇക്വേഷൻ പഠിക്കണം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ എക്സ്റ്റെൻഡഡ് സ്പ്രിംഗ് P equal to half into K into X square. X എന്ന് ഉദ്ദേശിച്ചത് K എന്താന്ന് പറയാം, X എന്ന് ഉദ്ദേശിച്ചത് അത് എത്ര വലിഞ്ഞുവോ അതാണ് X എന്ന് ഉദ്ദേശിച്ചത്. സ്പ്രിങ് എത്ര വലിയുന്നുണ്ടോ അതാണ് X എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ വലിയുന്നപ്പോഴാണ് K എന്താന്ന് പറയാം. ഏറ്റവും കൂടുതൽ വലിയുന്നപ്പോഴാണ് ഈ മാസം ഏറ്റവും താഴെ എത്തുമ്പോൾ, ഏറ്റവും ചുരുങ്ങുന്നപ്പോഴാണ് ഈ മാസം ഏറ്റവും മുകളിൽ എത്തുമ്പോൾ. സ്പ്രിങ് ഏറ്റവും കൂടുതൽ വലിയുമ്പോഴോ ഏറ്റവും നന്നായിട്ട് ചുരുങ്ങുമ്പോഴോ എക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാണ്. വലിയുന്ന കേസ് എടുത്താലും മതി, ചുരുങ്ങുന്ന കേസ് എടുത്താലും മതി, ഏതെങ്കിലും ഒരു കേസ് എടുത്താൽ മതി. സ്പ്രിങ് മാക്സിമം വലിയുമ്പോഴോ, മാക്സിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ, ചുരുങ്ങുമ്പോഴോ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കൂടുതലായിരിക്കും. ഒരു സ്പ്രിങ്ങിനെ നന്നായിട്ട് വലിച്ചു നിർത്തുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി കൂടുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾസോ ഡ്യൂ ടു സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. MgH മാത്രമല്ല പൊട്ടൻഷ്യൽ എനർജിയിൽ വരുന്നത്, സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ടും പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറയുന്നുണ്ട്. ഒരു വലിച്ചു കെട്ടിയ റബ്ബർ ബാൻഡ്, ഒരു കംപ്രസ്ഡ് ഗ്യാസ്,
ഒരു വലിച്ചു കെട്ടിയേക്കുന്ന സ്പ്രിങ്, അതിനൊക്കെ പൊട്ടൻഷ്യൽ എനർജി. ഒരു ഗ്യാസ് കംപ്രസ് ചെയ്താലും മോളിക്യൂൾസ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിനിലാണ്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഒരു റബ്ബർ ബാൻഡ് വലിച്ച് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിലെ മോളിക്യൂൾസ് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിനിലാണ്, പൊട്ടൻഷ്യൽ എനർജി. ഒരു സ്പ്രിങ് ഒരറ്റം ക്ലാമ്പ് ചെയ്തിട്ട് മറ്റേ അറ്റം വലിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതും സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിനിലാണ്. സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ടും നമ്മൾ പറയുന്ന എനർജി mgh പോലെ തന്നെ പറയുന്ന അതേ ടൈപ്പ് എനർജിയാണ് പി. അതിൻ്റെ ഒരു ഇക്വേഷൻ പഠിക്കണം, ഹാഫ് കെ എക്സ് സ്ക്വയർ. എക്സ് എന്ന് ഉദ്ദേശിച്ചത് എത്ര എക്സ്റ്റെൻഡ് ചെയ്തു അല്ലെങ്കിൽ എത്ര കംപ്രസ് ചെയ്തു, ഏതെങ്കിലും ഒന്നെടുത്താൽ. ഒരു സ്പ്രിങ് എത്ര എക്സ്റ്റെൻഡ് ചെയ്തു, സ്പ്രിങ്ങിന്റെ ലെങ്ത് ആണ് അത്. സ്പ്രിങ്ങിന്റെ ലെങ്ത് അല്ല, സ്പ്രിങ്ങിന്റെ ലെങ്ത് വേറെ, സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വേറെ. എക്സ്റ്റെൻഡ് ചെയ്യുന്ന എത്ര വലിഞ്ഞു. സ്പ്രിങ്ങിന് ചിലപ്പോൾ 1 മീറ്റർ നീളം ഉണ്ടാകാം, 1/2 മീറ്റർ നീളം ഉണ്ടാകാം, 3/4 മീറ്റർ നീളം ഉണ്ടാകാം. വിടണം അതെന്താവട്ടെ, എത്ര വലിയുന്നു അതാണ് എക്സാമ്പിൾ. ഒറിജിനൽ ലെങ്ത് ഓഫ് എ സ്പ്രിങ് 2 മീറ്റർ ആണ്. വേണ്ട, കുറച്ച് ചെറുതായിട്ട് എടുക്കാം, ഒരു 50 സെന്റിമീറ്റർ ആണ് ഒരു ചെറിയ സ്പ്രിങ്. അത് എത്ര എക്സ്റ്റെൻഡ് ചെയ്തു, 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു. 2 2. ഇതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് വലിഞ്ഞ നീളം. ഇതിനെയാണ് ഞാൻ ഈ ലെങ്തിനെ വലിഞ്ഞ നീളത്തെയാണ് ഈ തിയറിയിൽ ഞാൻ എക്സ് വിളിച്ചത്. വലിയ ചെയ്യും ചുരുങ്ങുകയും ചെയ്യും. വലിയുന്ന നീളം അല്ലെങ്കിൽ ചുരുങ്ങുന്ന നീളം, അതാണ് എക്സ്. ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2 കേസിലും ഇത് നമുക്ക് പറയാം. സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിനിൽ മാത്രമേ ആപ്ലിക്കബിൾ ആയിരിക്കും. സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിനിൽ സ്പ്രിംഗിൽ മാത്രം. ഒരു ഗ്യാസ് കംപ്രസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിനിലാണ്, ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല. റബ്ബർ ബാൻഡ് വലിച്ചാൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിനിലാണ്, ഇത് ആപ്ലിക്കബിൾ അല്ല. സ്പ്രിങ്ങിന്റെ കേസിൽ മാത്രം, അതല്ലേ തിയറി ഓഫ് സ്പ്രിംഗ് എന്ന ഹെഡിങ് കഴിയും. അല്ലെങ്കിൽ വേറെ ജനറൽ ഹെഡിങ് എഴുതിയാൽ പോലെ തിയറി ഓഫ് എ സ്പ്രിംഗ് അങ്ങനെ ഹെഡിങ് എഴുതാനുള്ള കാരണം സ്പ്രിങ്ങിന് മാത്രമാണ് ഈ പറയുന്നത്. ഇനി കെ എന്താന്ന് പറയാൻ, കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. K is known as spring constant. ഇവിടെ ഉദാഹരണം എഴുതിയിരിക്കുന്നത് വലിയല്ല 50 സെന്റിമീറ്റർ, അതിന്റെ യഥാർത്ഥ നീളമാണ്. ചെറിയല്ല എന്ന് പറഞ്ഞാൽ എത്ര വലിഞ്ഞുവോ ആ വലിഞ്ഞ നീളത്തെയാണ് എക്സ് എന്ന് തിയറിയിൽ എടുക്കാൻ പോണേ. അത് ചെറിയല്ല എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 50 എന്നുള്ള ഇപ്പൊ 52 സെന്റിമീറ്റർ ആയി. 50 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ വലിഞ്ഞാൽ പിന്നെ എത്രയായി, 52 ആയി. അപ്പൊ എത്ര വലിയ വേണ്ടെന്ന് ചോദിച്ചാൽ 2. 50 സെന്റിമീറ്റർ ചുരുങ്ങി 48 സെന്റിമീറ്റർ ആയി. അപ്പൊ എത്ര ചുരുങ്ങിയെന്ന് ചോദിച്ചാൽ 2. ആ 2ന്റെ എക്സാമ്പിൾ മനസ്സിലായി. 50 cm ഒറിജിനൽ ലെങ്ത് നമുക്കിവിടെ ആവശ്യമില്ല, ഡൗട്ട് ചോദിച്ചോണ്ട് പറഞ്ഞു നോക്കണം. അത് എക്സ്റ്റെൻഡ് ചെയ്ത് 50 ആക്കി. ഞാൻ 50 ആക്കി എന്ന് പറഞ്ഞാൽ എന്തോരം കൂടി, 2 സെന്റിമീറ്റർ കൂടി. ചുരുങ്ങി വരുമ്പോൾ 50 എന്നുള്ള ചുരുങ്ങി 48 സെന്റിമീറ്റർ ആയി സ്പ്രിങ്ങിന്. അപ്പൊ എത്ര ചുരുങ്ങി, 2 സെന്റിമീറ്റർ ചുരുങ്ങി. നമുക്ക് ആ 2 സെന്റിമീറ്റർ വേണം തിയറിയിൽ, അതിനെയാണ് ഞാൻ എക്സ് എന്ന് വിളിക്കാൻ പോകുന്നത് തിയറി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ എക്സ്റ്റെൻഡഡ് ഓർ കംപ്രസ്ഡ് സ്പ്രിംഗ്. അത് എന്തായാലും വിരോധമില്ല. എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാലും കംപ്രസ്ഡ് എന്ന് പറഞ്ഞാലും വിരോധമില്ല, 2 സെയിം ആണ്. അതൊക്കെ തരും. Extended or compressed spring is given by the equation half k x square, where k is a constant known as spring constant, which is the force required to extend or compress a spring by unit length. Unit length എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ. CGS സിസ്റ്റത്തിൽ 1 സെന്റിമീറ്റർ, SI സിസ്റ്റത്തിൽ 1 മീറ്റർ. ഒരു സ്പ്രിങ്ങിനെ യൂണിറ്റ് ലെങ്ത് അമർത്താനോ എന്ന് വെച്ചാൽ ഇതാണ് പറയുന്നത്, ഇതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ 2 സെന്റിമീറ്റർ ഞാൻ പറഞ്ഞില്ലേ, 1 സെന്റിമീറ്റർ ചുരുക്കാനോ CGS സിസ്റ്റം 1 സെന്റിമീറ്റർ വലിക്കാനോ വേണ്ടുന്ന ഫോഴ്സ് ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ്. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പ്രിംഗ്. ഓരോ സ്പ്രിംഗിന് ഓരോന്നായിരിക്കും. എന്റെ പ്രോപ്പർട്ടി ഉള്ള വേറെ ആളുടെ പ്രോപ്പർട്ടി, എന്റെ ഹൈറ്റ് ഉള്ള വേറെ ആളുടെ ഹൈറ്റ്, എന്റെ നോളജ് ഉള്ള വേറെ ആളുടെ നോളജ്, എന്റെ ബ്യൂട്ടി ഉള്ള വേറെ ആളുടെ ബ്യൂട്ടി. ശരി, ഒരു സ്പ്രിംഗും മറ്റേ സ്പ്രിംഗും രണ്ടാണ്. ഈ വരച്ച സ്പ്രിംഗുമായിട്ട് വേറെ സ്പ്രിംഗ് ഞാൻ വീണ്ടും വരയ്ക്കാം. ദിസ് ഈസ് അനദർ സ്പ്രിംഗ്. ഈ സ്പ്രിംഗ് വേറെ സ്പ്രിംഗ് ആണ്. കോൺസ്റ്റന്റ് മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ K1 ആണെങ്കിൽ ഇതിന്റെ K2 ആണ്. K1 K2 ഡിഫറെന്റ്, രണ്ടും രണ്ടാണ്. ഒരാളുടെ സ്വഭാവം മറ്റൊരാളുടെ സ്വഭാവം തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? കാരണം രണ്ടാൾക്കാരല്ലേ. ഒരാള് ദേഷ്യം വരുന്ന ആളാ, മറ്റേയാള് എന്തൊക്കെ കാണിച്ചാലും ചിരിക്കുന്ന ആളാ. 2 ടൈപ്പ് ആളല്ലേ. അതേമാതിരി
ഈ സ്പ്രിങ് അല്ലല്ലോ ഈ സ്പ്രിങ്. ഇയാളുടെ കെ K1, അയാളുടെ കെ K2. ആ കെ എന്താണെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെ ഈസ് നോൺ ആസ്, ഇതിന് വേറെ പേരുണ്ട്, സ്പ്രിങ് കോൺസ്റ്റന്റ് എന്ന് പറയും, വേറെ പേര് ഫോഴ്സ് കോൺസ്റ്റന്റ്. കാരണം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴല്ലേ വലിക്കാൻ പറ്റുക. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലേ, ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ലേ. ഫോഴ്സ് കൊടുക്കാണ്ട് വലിയില്ലോ, ഫോഴ്സ് കൊടുക്കാണ്ട് ചുരുക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഈ വലിക്കാനോ ചുരുക്കാനോ ഫോഴ്സ് ആവശ്യമാണ്. അതുകൊണ്ട് ഈ കെ എന്നതിന് സ്പ്രിങ് കോൺസ്റ്റന്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വേറെ വാക്കുകൂടി ഓർത്തിരിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് കണ്ടാൽ സംഭവം അത് തന്നെയാണ് കെ. ഈ കാര്യങ്ങൾ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ തരുമ്പോ ഇതൊക്കെ തരുമോ? ഞാനൊക്കെ തരും, പ്രോബ്ലം തരുമ്പോൾ അതൊക്കെ തരും. നോർമൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറയുമോ? ഇല്ല, നോർമൽ ലെങ്ത് ഒക്കെ തരും ചിലപ്പോൾ. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത നീളം ചിലപ്പോൾ തരില്ല. 50 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന സ്പ്രിങ്ങിനെ വലിച്ചത് 52 സെന്റിമീറ്റർ ആക്കി എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എക്സ്റ്റൻഷൻ എക്സ് 2 സെന്റിമീറ്റർ ആണെന്ന് കൺക്ലൂഡ് ചെയ്തു. 50 സെന്റിമീറ്റർ ഉണ്ടായിരുന്ന സ്പ്രിങ്ങിനെ അമർത്തിയിട്ട് 48 ആക്കി, അതായത് 47 ആക്കി എന്ന് പറഞ്ഞാൽ 2, അതായത് 3 എന്നൊക്കെ പറയുന്നതാണ് ആ കംപ്രഷൻ. അപ്പൊ എക്സ് ഞാൻ 48 ആക്കി എന്ന് പറയുമ്പോൾ ആ എക്സ് 2, 47 ആക്കി ചുരുക്കുന്നത് ആ എക്സ് എന്ന് പറയുന്ന വാല്യൂ 3. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ നോട്ട്. ഫിഗർ കാണിക്കട്ടെ. ഫിഗർ വരയ്ക്കാം. ഒരു ഫിഗറെ ആവശ്യമുള്ളൂ. ഫിഗർ ഷോസ് a spring clamped at one end. Figure shows a spring clamped at one end. Figure shows a spring clamped at one end and loaded at the other end. Loaded at the other end. Loaded, L-O-A-D-E. L-O-A-D-E. Loaded at the other end. Loaded at the other end. We know mg equal to weight of the body used for loading. 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 അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് the loading force F equal to mg. The loading force F equal to mg. ആ ബോഡിയുടെ വെയിറ്റ് ആണ് ലോഡിംഗ് ഫോഴ്സ്. The loading force F is equal to mg. F is equal to mg. അപ്പോൾ പറയേണ്ടത് F proportional to x. F proportional to x. F proportional to x, where x is the extension. F proportional to x, where WHER, where ഇതാണ് സ്പെല്ലിംഗ്. where x എന്ന് പറയുന്നത് x is the extension ബ്രാക്കറ്റിൽ or compression. സ്പ്രിങ് കംപ്രസ് ചെയ്യുന്ന കേസിൽ തിയറി ഡിഫറെൻ്റ് അല്ല. or compression, extension or compression. സാർ ഇപ്പോൾ ഇവിടെ മാസിനൊരു വിലയില്ല. ഉണ്ട്, മാസിന് വാല്യൂ ഉണ്ട്. പ്രോബ്ലത്തിലും ചെയ്യും. എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ മാസിന് വാല്യൂ ഉണ്ട്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കയ്യിൽ കയറി വരും. അപ്പോൾ എഴുതാം F is equal to a constant K into X. F is equal to a constant K into X. അത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഈക്വാളിറ്റി ആക്കി ഞാൻ ഇവിടെ അനുപാതം, അതായത് പ്രൊപ്പോർഷൻ എന്നാണ് എഴുതിയേക്കുന്നത്. ഈക്വൽ ടു എന്നാക്കി. അപ്പോൾ ഒരു K എന്ന കോൺസ്റ്റന്റ് കയറി വരും. ഹിയർ K is a constant. K is a constant known as ഇതിന്റെ പേരാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് ഓർ സ്പ്രിംഗ് കോൺസ്റ്റന്റ്. ഫോഴ്സ് കോൺസ്റ്റന്റ് എന്നെഴുതാം, അല്ലെങ്കിൽ വേറെ പേര് സ്പ്രിങ്ങിന്റെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഫോഴ്സുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. where K is a constant known as force constant or spring constant. ഞാൻ definition പറയണം. This is the force required. This is the force required to extend or compress
This is the force required to extend or compress. This is the force required to extend or compress a spring by unit length. This is the force required to extend or compress a spring by unit length. By unit length. By unit length. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ എക്സ്റ്റെൻഡഡ് ഓർ കംപ്രസ്ഡ്, എക്സ്റ്റെൻഡഡ് ആകാം അല്ലെങ്കിൽ കംപ്രസ്ഡ് ആകാം, ഓർ കംപ്രസ്ഡ് സ്പ്രിംഗ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ എക്സ്റ്റെൻഡഡ് ഓർ കംപ്രസ്ഡ് സ്പ്രിംഗ് is given by the equation P equal to half k x square. P equal to half k x square. Half k x square. അപ്പോൾ x എന്നാണ് പറയുന്നത്. Here x represent extension or compression. Extension ആകാം or compression. Extension or compression. നമുക്കൊരു എക്സാമ്പിൾ എഴുതാൻ ക്ലിയർ ആവും. Extension or compression. Consider yes. ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ കിട്ടുന്നുണ്ടോ? എക്സാമ്പിൾ പ്രോബ്ലം അല്ല, ഒരു ചെറിയ എക്സാമ്പിൾ. കൺസിഡർ എ സ്പ്രിംഗ് ഓഫ് 50 സെന്റിമീറ്റർ ലെങ്ത്. ഇതിന്റെ ഒറിജിനൽ ലെങ്ത് എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. ഒറിജിനൽ ലെങ്ത് നമുക്ക് ആ സ്പ്രിംഗ് നമ്മുടെ കൈ കിട്ടുമ്പോൾ അത്രയും ഒറിജിനൽ ലെങ്ത്. After extension, the length became വലിച്ചു കഴിഞ്ഞപ്പോൾ the length became 52 centimeter. എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ 52 സെന്റിമീറ്റർ. ആഫ്റ്റർ കംപ്രഷൻ, വലിയ മാതിരി ചുരുങ്ങുകയും ചെയ്യാലോ. ആഫ്റ്റർ കംപ്രഷൻ the length became 48 സെന്റിമീറ്റർ. 50 52 ആകാം, 48 ആകാം. ചുരുങ്ങുമ്പോൾ 48 വലിയുമ്പോൾ 52. അപ്പൊ നമ്മൾ പറയേണ്ടത് therefore extension equal to 2 centimeter. Compression compression equal to 2 centimeter. ഈ പറഞ്ഞേക്കുന്നതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഇതാണ് തിയറിയിൽ എടുത്ത എക്സ്. ഈ 2 സെന്റിമീറ്റർ എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ആണ് നമ്മൾ തിയറിയിൽ എടുത്ത എക്സ്, അല്ലെങ്കിൽ കംപ്രഷൻ ആണ് തിയറിയിൽ പറഞ്ഞ എക്സ്. ഇനി കെ എന്ന് പറയുന്നതിന്റെ വാല്യൂ തരും, അപ്പോഴേ നമുക്ക് എനർജി കാണാൻ പറ്റും. ഹാഫ് കെ സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ കെ തരണം. ഗിവൺ അത് തരാൻ പോണേ ഒരു ചോദ്യത്തിന്. ഫോർ എ സ്പ്രിംഗ്, ഞാൻ എക്സാമ്പിളിൽ തന്നെ അത് കംപ്ലീറ്റ് ആണ്. ഗിവൺ ഫോർ എ സ്പ്രിംഗ് കെ ഈക്വൽ ടു 2 ന്യൂട്ടൺ പെർ മീറ്റർ. പെർ മീറ്റർ എന്നതിന് 1 മീറ്റർ വലിക്കാൻ 2 ന്യൂട്ടൺ വേണം. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് കേട്ടോ. 1 മീറ്റർ വലിക്കാൻ 2 ന്യൂട്ടൺ വേണം. അപ്പൊ ഞാൻ പൊട്ടൻഷ്യൽ എനർജി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാമ്പിൾ പൂർത്തിയാകും. ഹാഫ് ഇൻറ്റു കെ കൺവേർട്ട് ചെയ്യണ്ട. വേണം കെ കൺവേർട്ട് ചെയ്യണ്ട, എക്സ് കൺവേർട്ട് ചെയ്യണം. ഹാഫ് ഇൻറ്റു മീറ്റർ ആണ്. ഹാഫ് ഇൻറ്റു കെയുടെ വാല്യൂ ന്യൂട്ടണിൽ കിടന്നോട്ടെ. 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. 2 ഇൻറ്റു 10⁻⁻² അതിനെ സ്ക്വയർ ചെയ്യും. സെന്റിമീറ്റർ മീറ്റർ ആക്കി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമാണ് 10⁻⁻² കൊണ്ട് മൾട്ടിപ്ലൈ. 10⁻². എന്ന് വെച്ചാൽ 100ന്റെ ഡിവിഷനാണ് കേട്ടോ. സെന്റിമീറ്റർ മീറ്റർ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം 100 സെന്റിമീറ്റർ കൂടുമ്പോഴല്ലേ ഒരു മീറ്റർ ആവുള്ളൂ.
ഇപ്പൊ കെയുടെ വാല്യൂ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് 2 എന്നാണ്. എക്സ് എന്നുള്ളതിന്റെ വാല്യൂ എക്സ്റ്റൻഷൻ ആവട്ടെ കംപ്രഷൻ ആവട്ടെ ഞാൻ എക്സാമ്പിൾ കൊടുക്കുന്നത് 2 എന്നാണ്. ഈ 2 കൊടുത്ത് വെട്ടാം. പൊട്ടൻഷ്യൽ എനർജി കിട്ടാൻ പോകും. 2ന്റെ സ്ക്വയർ 4, 10⁻²2ന്റെ സ്ക്വയർ 10⁻4 ജൂൾ എന്നാണ് ഉത്തരം. ജൂൾ എനർജിയുടെ യൂണിറ്റ് ജൂൾ. ആ എക്സാമ്പിൾ പൂർത്തിയായി. ഒരു എക്സാമ്പിൾ കൂടി കോട്ട് ചെയ്യാം. എക്സാമ്പിൾ 2. ഫോർ അനദർ സ്പ്രിംഗ്, ഇനി പറയുന്ന വേറെ സ്പ്രിംഗ് ആണെങ്കിൽ കെ മാറും. ഫോർ അനദർ സ്പ്രിംഗ് കെ ഈക്വൽ ടു 3 Nm/m. ഇത് വലിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്പ്രിംഗ് ആണ്. 2 ന്യൂട്ടൺ കൊടുത്താൽ 1 മീറ്റർ വലിയും ആദ്യത്തെ സ്പ്രിംഗ്. ഇപ്പത്തെ രണ്ടാമത്തെ പുതിയ എക്സാമ്പിളിൽ 3 ന്യൂട്ടൺ കൊടുത്താലേ വലിയുള്ളൂ 1 മീറ്റർ. കുറച്ച് റിജിഡാണ്, കുറച്ച് ഹാർഡാണ്. ചില ആൾക്കാരെ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല എന്ന് പറയുന്നത്. ചില ആൾക്കാർ ഭയങ്കര ബലം പിടിച്ചിരിക്കുന്ന ആൾക്കാരെ അങ്ങനത്തെ കൂടുതൽ ഫ്ലെക്സിബിൾ. ഇത് വലിക്കാൻ പാടാണ്, കുറവ് ഫ്ലെക്സിബിൾ. 3 ന്യൂട്ടൺ ആണല്ലേ? 3 ന്യൂട്ടൺ കൊടുത്താലും 1 മീറ്റർ വലിയുള്ളൂ. അപ്പൊ ഫ്ലെക്സിബിലിറ്റി കുറവായി. 3 മീറ്റർ പെർ ന്യൂട്ടൺ. അല്ലല്ല, 3 Nm/m. 3 Nm/m. അതിന്റെ ഒരു എക്സാമ്പിൾ എക്സ് 5 സെന്റിമീറ്റർ എന്ന് എഴുതാം വെറുതെ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഒന്ന് വർക്കൗട്ട് ചെയ്തോ. ഇത് തന്നേക്കാണ്, ക്വസ്റ്റ്യനിൽ തന്നേക്കാണ്. 5 സെന്റിമീറ്റർ തന്നേക്കാണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നേക്കാണ് ഗിവൺ. അപ്പൊ ½ വർക്കൗട്ട് ചെയ്തോ. പരീക്ഷയ്ക്ക് ഇത് സിമ്പിൾ ആയി ചോദിക്കാം. അതെ, ഹാഫ് ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ 3, എക്സിന്റെ സ്ക്വയർ 5 cm മീറ്റർ ആക്കി 5 × 10⁻² സ്ക്വയർ ഈക്വൽ ടു 1/2 ഇൻറ്റു 3, 1/2 ഇൻറ്റു 3, 5ന്റെ സ്ക്വയർ 25, 10⁻⁻4. 10⁻⁻4. ആ ഉദാഹരണം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഈക്വൽ ടു 3/2 ഇൻറ്റു 10⁻² ഇൻറ്റു 25 ഉണ്ട്, ഇൻറ്റു 25 ഇൻറ്റു 25 ഇൻറ്റു 10⁻⁻4. അപ്പൊ 3 × 25 75/2 37 37.5 ഇൻറ്റു 10⁻⁻4 ജൂള് ജെ. 375 10 കൊണ്ട് മൾട്ടിപ്പിൾ ആണ് ഇവിടെ. അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ആ 10 മുകളിൽ ഒരു -5 വരും. 375 എന്ന് എഴുതാണെങ്കിൽ ഇൻറ്റു 10⁻⁻5 എന്ന്. ഇങ്ങനെയാന്ന് പറഞ്ഞാൽ 37.5 ഇൻറ്റു 10 പടിയിലും 10 ഇട്ടു. മറ്റേ 10⁻⁻4 ഇറക്കി എഴുതി. അത് അങ്ങനെ തന്നെ ഇറക്കി. മുകളിലും അടിയിലും വെറുതെ 10 ഇട്ട കാൽക്കുലേഷൻ മാറില്ല. ആ 10 മുകളിൽ ഇട്ടത് എന്തിനാന്ന് വെച്ചാൽ ഇതിനെ 37.5 എന്നുള്ളത് കളഞ്ഞിട്ട് 375 ആക്കാനാണ്. ഇതിപ്പോ 375. ഈ 10 എന്ന് പറഞ്ഞാൽ 10⁻1 ആണ്. മുകളിൽ കയറ്റിയ 10⁻−1 ആണ്. അപ്പൊ -5 എന്നാണ്. സാർ ആ 2ഉം 10ഉം വെട്ടാൻ പറ്റൂല അല്ലേ? ഏതാ? അത് ഇവിടത്തെ റൈറ്റില് 2ഉം 10ഉം വെട്ടാൻ പറ്റില്ല. ഈ 10 അയ്യേ, ഇത് 10⁻−4 അല്ലേ? അതൊന്നും വെട്ടാൻ പറ്റില്ല. എനിക്ക് എക്സ്പോണൻസ് വെച്ച് എഴുതാൻ അറിയാൻ പാടില്ല. എക്സ്പോണൻസ് അറിയില്ല, അതാണ് പ്രശ്നം. ഞാൻ എക്സ്പോണൻസ് എഴുതുമോ? ഡെസിമലിലാണ് എക്സ്പോണൻസിൽ എഴുതാൻ പഠിക്കണം. ഡെസിമൽ എഴുതാൻ വലിയ പണിയല്ലേ? 10⁻27 എഴുതാൻ എങ്ങനെ എഴുതും? 0.000026 എഴുതും. 4 ബുക്ക് വേണ്ടി വരും. അതിനാണ് ഈ എക്സ്പോണൻസ് പഠിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ ക്ലിയർ ആയോ? ഇത്രയും ജൂള്. സാർ ആ ഫോർമുല എഴുതുമ്പോൾ കെ ക്യാപിറ്റലാണോ? ആ, ക്യാപിറ്റൽ കെ എഴുതിയാലും സ്മോൾ കെ എഴുതിയാലും കുഴപ്പമില്ല. ഒരു കെ മാത്രമല്ല ഇവിടെ വരും. ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യട്ടെ.